പ്രിയപ്പെട്ടവരെ, മരുഭൂമി യാത്രക്കിടയിൽ ഇസ്രായേൽ ജനം നിരന്തരമായി ദൈവത്തെ ആരാധിച്ചിരുന്നു. ആരാധനയുടെ ഒരു സമൂഹമായി തീരാൻ വേണ്ടിയാണ് ഈജിപ്തിലെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് മോശ പ്രവാചകൻ വഴി ദൈവം അവരെ വിടുവിച്ചത്. പ്രിയപ്പെട്ടവരെ, എപ്പോഴെല്ലാം അവർ ദൈവ ആരാധന നിർത്തിയോ, ദൈവത്തെ സ്തുതിക്കുന്നവർ മറന്നോ, ആ സമയങ്ങളിലെല്ലാം ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അവർ നിരന്തരമായ അടിമത്വങ്ങൾ, അന്യരാജ്യങ്ങളാൽ ആക്രമണ വിധേയമാകാൻ വേണ്ടി അവർ ഏൽപ്പിക്കപ്പെടുകയാണ്. പലപ്പോഴും ദൈവ സാന്നിധ്യം അവർ നഷ്ടമായി. പ്രിയപ്പെട്ടവരെ, ലേവ്യരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 26-ാം അധ്യായം, അതിൻ്റെ 11ഉം 12ഉം തിരുവചനങ്ങളിൽ ദൈവമായ കർത്താവ് നൽകുന്ന ഒരു ഉറപ്പും വാഗ്ദത്തവും ഇതാണ്: ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ ഞാൻ സ്ഥാപിക്കും. ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ, ദൈവത്തെ ആരാധിക്കുന്നവരായി മാറിയപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം അവരിൽ നിറയുകയാണ്. ദൈവം പറയുകയാണ്, എൻ്റെ കൂടാരം ഇതാ ഞാൻ നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കാൻ പോകുന്നു, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കും. പ്രിയപ്പെട്ട ഒരു സത്യത്തിൽ ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ ലോകത്ത് എവിടെയായിരുന്നാലും, ഒരു പക്ഷേ അമേരിക്കയിലായിരിക്കാം, ഓസ്ട്രേലിയയിലായിരിക്കാം, ലോകത്തിൻ്റെ മറ്റനേക സ്ഥലങ്ങളിലായിരിക്കാം, എവിടെയായിരുന്നാലും നീ ആയിരിക്കുന്ന ഇടങ്ങളിലിരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഇതാണ്: ദൈവം നിൻ്റെ ഭവനങ്ങളിൽ ഇറങ്ങും. ദൈവ സാന്നിധ്യം നിങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മേൽ നടക്കുവാനുള്ള ദൈവത്തിൻ്റെ അഭിഷേകം സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വാഗ്ദത്തം നൽകുകയാണ്, പ്രദാനം ചെയ്യുകയാണ്. വലുതരം ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരു പ്രാർത്ഥനാനുഭവത്തിലേക്ക്, സ്തുതി ആരാധനയിലേക്ക് നാം ഒന്നിച്ച് കടക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ നമ്മെ സഹായിക്കുന്നത് ശാലോം ശുശ്രൂഷകനായ ജേക്കബ് മാത്യുവാണ്. സഹോദരനോട് ചേർന്ന് സർവശക്തനായ ദൈവത്തെ ആരാധിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. പ്രിയമുള്ളവരെ, സർവശക്തനായ കർത്താവിനെ നാം ഒന്ന് ചേർന്ന് ആരാധിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ മഹത്വത്തെ നമ്മൾ വാഴ്ത്തിപ്പാടാൻ പോവുകയാണ്. ജെറമ്യാ പ്രവചനം അതിൻ്റെ 33-ാം അധ്യായം 3-ാം തിരുവചനം ഇപ്രകാരമാണ് പഠിപ്പിക്കുക: എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതവും മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവിനെ വിളിക്കുമ്പോൾ അവൻ നമുക്ക് ഉത്തരമരുളും. ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. നാം വിളിക്കുമ്പോൾ നമുക്ക് മറുപടി നൽകുന്ന ഒരു ദൈവം നമുക്കുണ്ട്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-ാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ ഈശോ വളരെ അസന്നിഗ്ധമായിട്ട് പഠിപ്പിക്കുകയാണ്: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എൻ്റെ അടുത്തേക്ക് വന്നാൽ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ വരുമ്പോൾ ഈശോ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്: എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ അടുത്ത് വരുന്ന ഒരാളെ പോലും അവൻ ഉപേക്ഷിക്കുകയില്ല. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ആശ്വസിപ്പിക്കും. എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും, പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കാൻ പോകുന്നത്. ഈ കർത്താവിനെയാണ് നമ്മളിപ്പോഴും മഹത്വപ്പെടുത്തുവാനായിട്ട് പോകുന്നത്. നാം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങുവാനായിട്ട് സ്വർഗമിടയാക്കും. വിശ്വസിക്കുന്നവരെ ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്: കർത്താവ് ഉന്നതമായ സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. പ്രവാചകൻ ഒരു ദർശനം കാണുകയാ, കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിലിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഉന്നതമായ സിംഹാസനത്തിലിരിക്കുന്ന കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങുവാനായിട്ട് സ്വർഗമിടയാക്കും. വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ മഹത്വം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങണം. ഒരുപക്ഷെ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയാത്ത സാഹചര്യമായിരിക്കാം.
ഒരുപക്ഷെ വേദനകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടാവാം. ഒരുപാട് കണ്ണുനീരിൻ്റെ അവസ്ഥകൾ നമുക്ക് ഉണ്ടാവാം. പ്രിയമുള്ളവരെ, അവിടെ നിന്നുകൊണ്ട് നമ്മൾ ആരാധിക്കുമ്പോൾ, അവിടെ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതങ്ങളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങുവാനായിട്ട് ദൈവം ഇടയാക്കും. ചേർന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകം നമ്മൾ അതിൻ്റെ 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇത് നമ്മളിവിടെ കാണുകയാണ്. മരുഭൂമിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു അമ്മയും കുഞ്ഞും, ആരും സഹായിക്കുവാനില്ലാത്തൊരു സാഹചര്യത്തിലൂടെ അവർ കടന്നു പോവുകയാണ്. പ്രിയമുള്ളവരെ, ആ കുഞ്ഞിന് ഒരു തുള്ളി വെള്ളം കൊടുക്കുവാനായിട്ട് ആ അമ്മയുടെ കൈവശമില്ല. ആ അമ്മ ഇപ്രകാരം പറയുകയാണ്, എൻ്റെ കുഞ്ഞ് മരിക്കുന്നത് എനിക്ക് കാണുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൾ പുറംതിരിഞ്ഞിരുന്നു എന്ന വചനം പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, അവൾ ആ കുഞ്ഞിൽ നിന്ന് പുറംതിരിഞ്ഞ് ആ കുഞ്ഞിൻ്റെ മരണം കാണാതിരിക്കുവാൻ അവൾ പുറംതിരിഞ്ഞപ്പോൾ ഇതാ ദൈവം അവൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുകയാണ്. ദൈവം അവൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുകയാ. ആ മരുഭൂമിയിൽ അവൾക്ക് വേണ്ടി ദൈവം ഒരു നീരുറവയെ തുറന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് മുഖം തിരിച്ചിട്ട് സർവശക്തനായ കർത്താവിനെ നീ നോക്കുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് അവൻ അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. നിന്റെ ജീവിതത്തിലേക്ക് അവൻ അത്ഭുതങ്ങൾ കൊണ്ടുവരികയാണ്. നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്, ഇതാ കുഷ്ഠരോഗിയായ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് അവനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുകയാണ്. അവൻ നോക്കിയത് അവൻ്റെ കുഷ്ഠത്തിലേക്കല്ല, അവൻ നോക്കിയത് അവൻ്റെ രോഗത്തിലേക്കല്ല, ആ രോഗത്തെ സുഖപ്പെടുത്തുവാൻ കഴിയുന്ന സർവശക്തനായ കർത്താവിലേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ നീ ഇന്ന് രോഗത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, നീ ഇന്ന് വേദനയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, കണ്ണുനീരിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ആ ജീവിത പ്രശ്നങ്ങളിലേക്ക് അല്ല നീ നോക്കേണ്ടത്, മറിച്ച് അവയെ സുഖപ്പെടുത്തുവാൻ, അവയെ സൗഖ്യപ്പെടുത്തുവാൻ, അവയെ പരിഹരിക്കുവാൻ കഴിയുന്ന സർവശക്തനായ കർത്താവിലേക്ക് നിന്റെ മുഖത്തെ നീ ഉയർത്തുക. ആ കർത്താവിലേക്ക് നീ നോക്കുക. അപ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് അവൻ അത്ഭുതങ്ങൾ വർഷിക്കുകയാണ്. നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവം നമുക്കുണ്ട്. വിശ്വസിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ എല്ലാവർക്കും ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ ഈ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് പോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കല്ല നോക്കുന്നത്, മറിച്ച് ഉന്നതമായ സിംഹാസനത്തിലിരിക്കുന്ന കർത്താവ് എൻ്റെ ഈ പ്രാർത്ഥനയുടെ സമയങ്ങളിൽ തൻ്റെ മഹത്വം എൻ്റെ ജീവിതത്തിലേക്ക് വർഷിക്കുമെന്ന് നമ്മളിപ്പോൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്, മറിച്ച് അവയെ പരിഹരിക്കുവാനായിട്ട് കഴിയുന്ന സർവശക്തനിലേക്ക് നമുക്ക് നോക്കാം. നമ്മുടെ ഇരു കരങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ഇത് ഈ ആരാധനയുടെ സമയങ്ങളിൽ നിന്റെ ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാനായിട്ട് പോവുകയാണ്. നിന്റെ ദൈവം നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരാനായിട്ട് പോവുകയാണ്. നിന്റെ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാനായിട്ട് പോവുകയാണ്. ആ ഒരു വിശ്വാസത്തോടെ നിന്റെ ജീവിതത്തെ കൊടുത്തുകൊണ്ട്, കുടുംബ സാഹചര്യങ്ങളെ കൊടുത്തുകൊണ്ട്, ജീവിതത്തിന്റെ കണ്ണുനീരുകളെ കൊടുത്തുകൊണ്ട്, എല്ലാം മറന്ന് ഹൃദയം തുറന്ന് നമുക്ക് അവിടുത്തെ ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹൃദയം അവന്റെ മുമ്പിൽ തുറക്കുക. ഹൃദയ വിചാരങ്ങൾ അവന്റെ മുമ്പിൽ കൊടുക്കുക. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, സർവശക്തനായ ദൈവമേ, മഹത്വത്തിൽ വസിക്കുന്നവനായ കർത്താവേ, നിന്റെ മഹത്വം ഇപ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നീ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നിന്റെ മഹത്വം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ജീവിതങ്ങളിലേക്ക് അവന്റെ മഹത്വം കടന്നു വരട്ടെ, സ്വർഗത്തിന്റെ കൃപ ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സന്തോഷത്തോടെ, സ്വാതന്ത്ര്യത്തോടെ കരങ്ങളടിച്ച് നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഇതാ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരട്ടെ. സർവശക്തനായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. നമ്മെ ഇപ്പോൾ കരുതുന്ന, നമ്മെ ഇപ്പോൾ കാത്തുപാലിക്കുന്ന ദൈവത്തെ നമുക്ക് ചേർന്ന് ആരാധിക്കാം. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ദൈവ മഹത്വം വരട്ടെ.
സാധ്യമായി തീരും ആരാധനകൾ. ഒരു ദൈവം സാധ്യമാക്കും. ആരാധിക്കാം. ഉന്നതനു പാടാം, സ്തോത്രഗീതം പാടാം, ആത്മാവിൽ നിറഞ്ഞു ആരാധിച്ചിടാം. അസാധ്യമായൊന്നും എൻ ദൈവത്തിനില്ല, സാധ്യമായി തീരും ആരാധനകൾ. അസാധ്യമായൊന്നും എൻ ദൈവത്തിനില്ല, സാധ്യമായി തീരും ആരാധനകൾ. എല്ലാവരും ആരാധിക്കട്ടെ, എല്ലാവരും ആരാധിക്കട്ടെ. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ അസാധ്യങ്ങൾ അവന് വേണ്ടി കൊടുക്കുക. ഒരുപക്ഷെ ഈ ലോകം പറയുന്നത് അസാധ്യമാണ്, ഈ ലോകം പറയുന്നത് അസാധ്യമാണ്, എന്നാൽ നിന്റെ ദൈവം പറയുന്നത് സാധ്യമാണ്. അസാധ്യമായി ഒന്നുമില്ലാതെ നിന്റെ ജീവിതത്തെ സാധ്യമാക്കി തീർക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. നിന്നെ ഉള്ള കയ്യില് കൺമണി പോലെ കരുതുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ആ ദൈവത്തെ കണ്ടുകൊണ്ട് ആരാധിക്കാം. അവന്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ ഇറങ്ങട്ടെ. നിന്നെ അവൻ ഒരിക്കലും കൈവിടുകില്ല, വാക്കു പറഞ്ഞവൻ മാറുകില്ല. എന്റെ യേശുവിനെ കൈവിടില്ല. കൺമണി പോലെ നമ്മെ കരുതുന്ന ദൈവ കുഞ്ഞാടിനെ ആരാധിച്ചിടാം. കൺമണി പോലെ നിന്നെ കരുതുന്ന ഒരു ദൈവം. കരങ്ങൾ ഉയർത്തി എല്ലാവരും പാടാം, സ്തോത്രഗീതം പാടാം, ആത്മാവിൽ നിറഞ്ഞു ആരാധിച്ചിടാം. അസാധ്യമായൊന്നും എൻ ദൈവത്തിനില്ല, സാധ്യമായി തീരും ആരാധനകൾ. അസാധ്യമായൊന്നും എൻ ദൈവത്തിനില്ല, സാധ്യമായി തീരും ആരാധനകൾ. എല്ലാവരും ആരാധിക്കാം, ചേർന്ന് നമുക്ക് ആരാധിക്കാം. ഇതാ നിന്റെ പേര് എന്റെ ഉള്ളം കയ്യിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു പറഞ്ഞ ദൈവം, കൺമണി പോലെ നമ്മളെ കരുതുന്ന ഒരു ദൈവം, തകർന്നു പോകാതെ നമ്മളെ കാത്തുപാലിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിന്റെ മുൻപിലാണ് നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിലെ കഷ്ടങ്ങള്, ആ നഷ്ടങ്ങള്, കണ്ണുനീരുകളെ ഓർത്ത് ഇനി നീ വിഷമിക്കേണ്ടതില്ല എന്ന് നിന്റെ സ്വർഗത്തിലെ ദൈവം പറയുന്നു. അവയെ അനുഗ്രഹമാക്കി മാറ്റുവാൻ, അവയെ അനുഗ്രഹമാക്കി മാറ്റുവാൻ നിന്റെ ദൈവത്തിന് സാധിക്കും. ആ ഒരു വിശ്വാസത്തോടെ എല്ലാവരും ചേർന്ന് ആരാധിക്കുന്നു. കഷ്ടനഷ്ടവേദനയിൽ തളർന്നിടല്ലേ, കഷ്ടമേറ്റ നാഥൻ നിന്റെ കൂടെയുണ്ടല്ലോ. സർവം നന്മയ്ക്കായി ഒരുക്കിയിടും നാഥൻ, കർത്താവിന്റെ സ്നേഹം അറിഞ്ഞവർക്ക് എല്ലാം അവൻ നന്മയ്ക്കായിട്ട് മാറ്റും. എല്ലാവരും പാടാം, സ്തോത്രഗീതം പാടാം, ആത്മാവിൽ നിറഞ്ഞു ആരാധിച്ചിടാം. പാടാം, സ്തോത്രഗീതം പാടാം, ആത്മാവിൽ നിറഞ്ഞു ആരാധിച്ചിടാം. അസാധ്യമായൊന്നും എൻ ദൈവത്തിനില്ല, സാധ്യമായി തീരും ആരാധനകൾ. അസാധ്യമായൊന്നും എൻ ദൈവത്തിനില്ല, സാധ്യമായി തീരും ആരാധനകൾ. അസാധ്യമായൊന്നും എൻ ദൈവത്തിനില്ല, സാധ്യമായി തീരും ആരാധനകൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ പാടാം, കരങ്ങൾ ഉയർത്തി എല്ലാവരും ആരാധിക്കട്ടെ. ഹല്ലേലൂയ പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ പാടാം, ആമേൻ. ഹല്ലേലൂയ പാടാം, ഹല്ലേലൂയ പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ പാടാം, ഹല്ലേലൂയ പാടാം, ഹല്ലേലൂയ പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ പാടാം, ഹല്ലേലൂയ പാടാം, ഹല്ലേലൂയ പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഇരു കരങ്ങളെ ഉയർത്തി അവന്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു.
അവന്റെ മഹത്വം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങുവാൻ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ദൈവത്തിന്റെ അപരിമേയ ശക്തി കടന്നു വരുവാൻ എല്ലാവരും ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയം അവന്റെ മുമ്പിൽ തുറക്കുക, അധരങ്ങളെ വിട്ടുകൊടുക്കുക, സ്വരം വിട്ടുകൊടുത്തിട്ട് എല്ലാവരും ആരാധിക്കുന്നു. കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന 10,000ങ്ങളുടെ മേൽ നിന്റെ അത്ഭുത ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ കണ്ണുനീരുകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വേദനകളെ, രോഗങ്ങളെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ അത്ഭുത ശക്തി അയക്കണമേ, നിന്റെ അത്ഭുത ശക്തി അയക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ സ്വർഗ്ഗത്തിലെ ദൈവമേ, നിന്റെ അപരിമേയമായ ശക്തി ഇപ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വന്ന് നിറയട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നിറയട്ടെ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ. കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർക്കാൻ നമുക്ക് ഒരു നിമിഷം കൂടി നമുക്ക് ശാന്തമായിട്ട് അവന്റെ മുൻപിൽ നിൽക്കാം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം, നിന്റെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്ന ഒരു ദൈവം, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല എന്ന് വാഗ്ദാനം ചെയ്ത ഒരു ദൈവം, വാക്കുമാറാത്തവനായ ഒരു കർത്താവ്, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ഒരു ദൈവം നമുക്കുണ്ട്. ആ കർത്താവിനെയാണ് നമ്മൾ ആരാധിച്ചത്. അവന്റെ മഹത്വം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങുവാൻ നമ്മുടെ ജീവിതത്തെ നമുക്ക് അവിടത്തേക്കായിട്ടൊന്ന് വിട്ടുകൊടുക്കാം. ആരെല്ലാം അവന്റെ സന്നിധിയിൽ തങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ചിട്ടുണ്ടോ, ആരെല്ലാം അവന്റെ മുൻപിൽ കണ്ണുനീരൊരുക്കി നിലവിളിച്ചിട്ടുണ്ടോ, ആ നിലവിളിക്ക് മുൻപിൽ അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്, ആ നിലവിളിക്ക് മുമ്പിൽ അവൻ നിന്നിട്ടുണ്ട്. എല്ലാം നമുക്ക് വിട്ടുകൊടുക്കാം. നിന്നെ അവൻ ഒരിക്കലും കൈവിടുകില്ല, ഞാൻ വിശ്വസിക്കുന്നു. വാക്കു പറഞ്ഞവൻ മാറുകില്ല. അതെ, അവൻ വാക്കുമാറാത്ത ദൈവമാണ്. നിന്നെ അവൻ ഒരിക്കലും കൈവിടുകില്ല, അവൻ ഒരു നാളെ നിന്നെ കൈവിടില്ല. വാക്കു പറഞ്ഞവൻ മാറുകില്ല. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, മണി പോലെ നമ്മെ കരുതുന്ന ദൈവകുഞ്ഞാടിനെ ആരാധിച്ചിടാം. നമ്മെ കരുതുന്ന കർത്താവ്, മണി പോലെ നമ്മെ കരുതുന്ന